വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവൽ മിക്കവാറും ആളുകൾക്ക് പരിചിതമാണ്. പുസ്തകം തുടങ്ങുന്നത് ഉത്തമനായ മനുഷ്യൻ എന്ന തലക്കെട്ടോടെ ഒരാളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഡി നഗരത്തിലെ മെത്രാൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളാണ് 160-170 പേജുകൾ അദ്ദേഹത്തെക്കുറിച്ചാണ് പ്രധാനമായും. പുണ്യവാനായ മനുഷ്യൻ, മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരാൾ. ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരാൾ അതിക്രമിച്ചു കയറുന്നു. ഴാങ് വാൽഴാങ് എന്ന കുറ്റവാളിയാണ്. 19 വർഷം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ആളാണ്. അദ്ദേഹത്തിന് ആ നഗരത്തിലെ ഒരു ഹോട്ടലിലും സത്രത്തിലും അസൈൻ ലഭിച്ചില്ല. പണമുണ്ട് കയ്യിൽ, പക്ഷേ ആരും ഉള്ളിൽ കയറ്റുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യുന്നില്ല. കുറ്റവാളിയാണ് എന്നെല്ലാവർക്കും അറിയാം. വിശന്നു വലയുന്ന ഴാങ് വാൽഴാങ് അവസാന ആശ്രയം എന്ന മട്ടിലാണ് മെത്രാൻ്റെ വീട്ടിൽ കടന്നു കയറുന്നത്. മെത്രാൻ അയാളെ കാണുമ്പോൾ ഇയാൾക്കും ഭയമുണ്ട്, ഴാങ് വാൽഴാങ്ങിനും ഭയമുണ്ട്. തൻ്റെ പേര് പറഞ്ഞാൽ തനാരാണെന്ന് തിരിച്ചറിയപ്പെടും, പുറത്തേക്ക് എറിയപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ മെത്രാന് അയാളോട് പറയും, നീ പേടിക്കേണ്ട, നിനക്കിവിടെ അഭയമുണ്ട്, നിനക്ക് ഭക്ഷണമുണ്ട്, കാരണം എനിക്ക് നിൻ്റെ പേരറിയാം. ഇദ്ദേഹം അത്ഭുതപ്പെടും, എങ്ങനെയാണ് എൻ്റെ പേര് മെത്രാന്, അപരിചിതനായ മെത്രാന് അറിയാവുന്നത്? മെത്രാൻ പറയും, എനിക്കറിയാം നിൻ്റെ പേര് സഹോദരൻ എന്നാണ്. യു ആർ മൈ ബ്രദർ. അതുകൊണ്ട് ഞാൻ മറ്റൊരു പേരും അന്വേഷിക്കുന്നില്ല. നിനക്ക് ഈ രാത്രി താമസിക്കാൻ സ്ഥലവും ഭക്ഷണവും ഉണ്ട്. നോവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം, വളരെ നീണ്ട നോവലാണ്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായി മാറുന്നത് ഈ മാനസാന്തരപ്പെട്ട കുറ്റവാളിയാണ്. ഒരാളെ മനുഷ്യനായി കാണുന്നത് കൊണ്ട് അയാൾക്കുണ്ടാകുന്ന മാറ്റം, ഒരു കുറ്റവാളി നല്ല മനുഷ്യനായി മാറുന്നു. അയാളുടെ നന്മ, അയാളുടെ പുണ്യജീവിതങ്ങൾ, സ്നേഹം, കാരുണ്യം ഒക്കെ തെളിയിക്കപ്പെടുന്നതാണ് നോവലിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ആ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഞാൻ ഈ ഒരു വിഷയം മാത്രം എടുക്കുന്നത് ഈ നോമ്പിൽ നമുക്ക് പ്രസക്തമായൊരു വിഷയത്തെ അവതരിപ്പിക്കാനാണ്. ഈശോ തൻ്റെ മുൻപിൽ വരുന്ന മനുഷ്യരെ എത്ര സ്നേഹത്തോടെയാണ്, ആദരവോടെയാണ് കാണുന്നത്. ഓരോരുത്തരെയും തനതായ വ്യക്തികൾ എന്ന രീതിയിൽ ഈശോ കാണും. അതിന് പ്രാധാന്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് അവരുടെ 2-3 സിസ്റ്റേഴ്സിന് ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സ തേടിയത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ്. അവിടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടറെ കുറിച്ച് അവർ പറയുകയായിരുന്നു. അവിടെ ചികിത്സ തേടിയവർ 3 പേരുണ്ടായിരുന്നു. 3 പേരും സുഖപ്പെട്ടു, ഇപ്പോൾ ജോലി ചെയ്യുന്നു. അവർ പറഞ്ഞു വന്ന കാര്യം, അവിടെയുള്ള ഡോക്ടർ ആളുകളോട്, രോഗികളോട് ഇടപെടുന്ന രീതിയാണ്. 100-150 പേരൊക്കെ ഓരോ ദിവസം കാണാൻ വരുന്നു. പക്ഷേ ഓരോ രോഗിയോടും സംസാരിക്കുന്നത്, കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ആ ദിവസം ആ ഡോക്ടർക്ക് ഈ രോഗിയെ മാത്രം കണ്ടാൽ മതി എന്ന് തോന്നുന്ന സാവകാശത്തിലാണ്. വളരെ സമയമെടുത്ത് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ രോഗികളോട് ഇടപെടുന്നു. ആ ഡോക്ടറോട് സംസാരിക്കുന്നത് തന്നെ രോഗസൗഖ്യത്തിന് കാരണമാകുന്നു എന്നാണ് ആ സിസ്റ്റർ പറഞ്ഞത്. ഞാൻ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ഓർക്കുകയായിരുന്നു, മനുഷ്യരെ ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യർക്ക് എന്തുമാത്രം സന്തോഷവും തൃപ്തിയുമാണ് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ നാം എന്ന് പറഞ്ഞ പൊതുവെ മനുഷ്യരൊക്കെ മറ്റുള്ളവരോട് ഇടപെടുന്നത് എങ്ങനെയാണ്? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരാനുള്ളവരാണ് മറ്റുള്ളവരെന്നാണ് പൊതുവെയുള്ള ധാരണ. എവിടെയും ചെന്നുകൊള്ളുക, ഏതു തരം സാഹചര്യങ്ങളും എടുക്കുക. നമുക്ക് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ ആളുകൾ നമുക്ക് ചെയ്തു തന്നാൽ നമുക്ക് അവരോട് സ്നേഹമുണ്ട്. അല്ലെങ്കിലും അതിനർത്ഥം നാം മറ്റുള്ളവരെ കാണുന്നത് ഒരു സ്വതന്ത്ര അവകാശങ്ങളുള്ള, ആത്മാവുള്ള വ്യക്തികൾ എന്ന രീതിയിലല്ല, നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് എന്ന മട്ടിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ മാനുഷിക സാമൂഹിക ബന്ധങ്ങളിലൊക്കെ. ഒരു വീട്ടിലാണെങ്കിൽ ഭർത്താവ് വിചാരിക്കുകയാണ് ഭാര്യ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള ആളാണ് എന്ന് വിചാരിച്ചാൽ എങ്ങനെയായിരിക്കും കുടുംബം? മക്കൾ വിചാരിക്കുകയാണ് മാതാപിതാക്കൾ എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാനായിട്ടുള്ളവരാണ്, അവർക്കിൻ്റെ സങ്കടവും അവരുടെ ഭാരമൊന്നും എനിക്കറിയണ്ട എന്ന് വിചാരിച്ചാലോ? അങ്ങനെയാണ് പല ഇടങ്ങളിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇടവകപ്പള്ളി വിചാരിക്കുക, ആളുകൾ
വിചാരിക്കുന്നു, ഇടവകയിലെ അച്ഛനുണ്ട്, അച്ഛന് ഞങ്ങളെ എപ്പോഴും സേവിക്കാനും ഞങ്ങൾക്ക് സേവനം ചെയ്യാനും മാത്രമുള്ളതാണ്. ഒരു വ്യക്തി എന്ന രീതിയിൽ അച്ഛനെ ബഹുമാനിക്കുക, ആദരിക്കാതിരിക്കുക, അങ്ങോട്ട് തിരിച്ച് സംഭവിക്കാം. അച്ഛന് ആളുകളെക്കുറിച്ചും അങ്ങനെ വിചാരിക്കാം. സുവിശേഷത്തിൻ്റെ സന്ദേശം എന്താണ്? ഈശോ ഓരോരുത്തരെയും എത്ര ആദരവോടും സ്നേഹത്തോടും വ്യക്തികൾ എന്ന രീതിയിലുമാണ് കാണുന്നത്. നോമ്പുകാലം അത്തരമൊരു ആത്മീയ കാഴ്ചപ്പാട് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മനുഷ്യരോട് ഇടപെടുന്ന രീതിയെ ഒന്ന് പുനഃപരിശോധിക്കണം. മനുഷ്യരെ കാണുന്ന, നോക്കുന്ന രീതിയെ ഒന്നുകൂടി ആത്മവിചിന്തനത്തിന് വിധേയമാക്കണം. ഈ നോമ്പുകാലം നമ്മുടെ മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റട്ടെ.